കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് പോവാണ്ടേ, ഗുരുവായൂരപ്പനെ കാണണ്ടേ. ആ ആയിരുന്നു. ഉത്സവമൊക്കെ നല്ല രീതിയിൽ സമാപിച്ചു. എല്ലാ ഭക്തർക്കും അതുപോലെ ഗുരുവായൂരപ്പനും എല്ലാ ഉപദേവകൾക്കും ഒക്കെ സന്തോഷമായിട്ടാണ്. നല്ല ഉത്സവമായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഉത്സവം കഴിഞ്ഞ് ഇന്നിപ്പോൾ ആരവൊക്കെ എന്താ പറയുക, ആളും ആരവൊക്കെ ഒതുങ്ങി. അപ്പോൾ നമുക്കൊന്ന് തൊഴാൻ പോവാം. ഇപ്പോൾ ചൊവ്വാഴ്ചയും കൂടിയല്ലേ, വലിയ തിരക്കൊന്നുമില്ല. നമുക്ക് പോയി തൊഴാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്നിട്ടൊന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ നടുക്ക് ആ വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും നടുക്കുള്ള ഗജരാജൻ്റെ 2 കൊമ്പുകൾ നടുക്കുള്ള ലക്ഷ്മി ദേവീനൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കെടാവിളക്കൊക്കെ കാണാം. അതേപോലെ തന്നെ വലതുവശത്തെ ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ചതുർബാഹുവായ വിഗ്രഹം നിറച്ചും കളഭം കൊണ്ടുള്ള അലങ്കാരമാണ്. വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരം. ആദ്യം തന്നെ ഇന്നിപ്പോൾ കാണാനുള്ളത് ഗരുഡനെ കാണാനുണ്ട്. ആദ്യം ഒരു ആനയെ കാണാനുണ്ട്. ഇന്ന് ഗജേന്ദ്രമോക്ഷ കേട്ടോ. ആന ഇങ്ങനെ തുമ്പിക്കൈയായിട്ട് താമരപ്പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണു. ഗജേന്ദ്രമോക്ഷമാണ്. മുകളിലതാ ഗരുഡൻ്റെ 2 പുറത്തേക്കും കാലുകൾ കാണാണ്ട് കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല ചുവന്ന പട്ടൊക്കെ അങ്ങനെ ഞൊറിഞ്ഞെടുത്ത് നല്ല രസമായിട്ട് വീതിയുള്ള കസവൊക്കെ ഒട്ടിച്ച നന്നായിട്ട് മഹാവിഷ്ണുവായിട്ട് ഗരുഡൻ്റെ പുറത്ത് ഇങ്ങനെ കയറി വന്ന് ഗജേന്ദ്രമോക്ഷം നൽകുന്ന ആ ഒരു കാഴ്ചയാണ് ഇന്നത്തെ ഉത്സവമൊക്കെ കഴിഞ്ഞ ആ സന്തോഷത്തിലാണ് എല്ലാതും. നല്ല പുഞ്ചിരിയുണ്ട് ഉണ്ണിയുടെ മുഖത്ത്. അപ്പോൾ എങ്ങനെ വെച്ചാൽ അരയിൽ അരമണി ഇങ്ങനെയൊക്കെ കാണാണ്ട്. പിന്നെ അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ആ ചതുർബാഹുവാണ് കേട്ടോ. ആ ചതുർബാഹുവായ മഹാപ്രഭുവായിട്ട് മഹാവിഷ്ണുവായിട്ടാണ്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ 4 തൃക്കൈകൾ കാണാണ്ട്. അപ്പോൾ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. അതിൽ ശംഖ്, ചക്രം, ഗദ, പത്മം, അതായത് ശംഖും ചക്രവും സ്വർണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഗദ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പത്മം ഒരു താമരപ്പൂ കൈ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആ മുഖത്ത് നല്ല ആ തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കഴുത്തിലൊരു വളയം പോലത്തെ മാല, ഒരു മാങ്ങാമാല, ഒരു മുല്ലമുട്ടുമാല, അതേപോലെ കിരീടം വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള കാഴ്ച കേട്ടോ. ആനയും ഒക്കെ ഇങ്ങനെ ഗജേന്ദ്രന് മോക്ഷം കൊടുക്കുന്ന, അതായത് എല്ലാ എത്ര പ്രശ്നമുള്ള ഭക്തന്മാരായാലും അവരെയൊക്കെ ഞാൻ സഹായിക്കും, ഞാൻ ഏത് സമയത്തും എന്നെ വിളിച്ചോളൂ, എന്നെ വിളിച്ചാൽ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്ന പോലെയാണ് മഹാവിഷ്ണുവിൻ്റെ ആ ഒരു കാഴ്ച. മോക്ഷം നൽകാനായാലും സഹായത്തിനായാലും ഒക്കെ കൂടെ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ രൂപം വളരെ മനോഹരമായിട്ടുള്ള ആ ചാർത്ത് നന്നായിട്ടുണ്ട്. മഹാപ്രഭുവായിട്ട് ഇങ്ങനെ ഗരുഡനും നല്ല കാഴ്ച. അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലേക്ക് നോക്കുകയാണ്, ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോഴാണ് ഈ കാണുന്നത്. അതേപോലെ 2 തിരുമുടിമാലകളുണ്ട്. തെച്ചിയും തുളസിയും ആയിട്ടുള്ളത്. ഒന്ന് വെളുത്ത പൂവും തുളസിയും തെച്ചിയും. അതേപോലെ തന്നെ 2 ഉണ്ടമാലയുണ്ട്. അതും എങ്ങനെയാ വെച്ചാൽ ഒന്ന് വനമാല പോലെയും ഒന്ന് തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ള. അപ്പോൾ നമ്മൾ ഇപ്പോൾ സോപാനപ്പടിയിൽ നിന്ന് ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. എല്ലാവരുടെയും മനസ്സിപ്പോൾ ആ സോപാനപ്പടിയിലാണ്. അങ്ങനെ ശ്രീലകത്തേക്ക് നോക്കുകയാണെന്ന് അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ആ ഉത്സവം കഴിഞ്ഞ ആ ഒരു കാഴ്ചയും സന്തോഷമുള്ള സമയമാണ്. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ആ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം നമ്മളിലേക്ക് എത്തും. അതിനുശേഷം അങ്ങനെ വന്ന് നേരെ നമ്മൾ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയും ചുവരിൻ്റെ മുകളിലുള്ള ചെറിയ ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശൻ്റെ അടുത്തേക്ക് വരിക.
ഗണേശൻ്റെ അടുത്തൊന്ന് നല്ല സൗന്ദര്യത്തിലാട്ടോ, എല്ലാവർക്കും നല്ല സന്തോഷമാണ്. ഉത്സവം കഴിഞ്ഞ ആ ഒരു ഇതാണ്, ഉത്സവമല്ലായിരുന്നു 10 ദിവസവും. എത്ര ഭക്തരുടെ എന്താ പറയുക സന്തോഷവും സങ്കടമൊക്കെ കേട്ടു ആ ഒരു കാഴ്ചയുണ്ട്. ഇന്ന് എന്തായാലും കുറച്ച് എല്ലാവരുടെയും മുഖത്ത് നല്ല പുഞ്ചിരിയാണ്. അപ്പോൾ ആ കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ കളഭം ചാർത്തിയിട്ടുണ്ട്, ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ഇറക്കി നോക്കുക, ആ ഫോട്ടോ കാണാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ചെറിയ ആ ഗണേശനെ കണ്ടു തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴുത് മേൽശാന്തി അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞാൽ വാമനരൂപവും പിന്നെ ആ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം, അതായത് ഇന്നിപ്പോൾ അകത്തുള്ള ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം പുറത്തും കാണാം. അത് കഴിഞ്ഞ് നമ്മൾ അനന്തശായിയായ ആനന്ദപത്മനാഭനെ കണ്ടു തൊഴാം. അവിടെയും ധാരാളം മാലകളുണ്ട്, താമര മാല ഉണ്ട്, അതേപോലെ വെളുത്ത പൂവിൻ്റെ മാലകളുണ്ട്, തുളസി മാല ഉണ്ട്. പിന്നെ ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ടു തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയ നരസിംഹസ്വാമിയെ കണ്ടു തൊഴാം. പിന്നീട് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ ഒക്കെ കണ്ട് കൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. അവിടെ ഇന്ന് വെറ്റിലമാല ഉണ്ട്, കുങ്കുമൊക്കെ ചാർത്തിയിട്ടുണ്ട്, തുളസിമാലയും ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ തൊഴുത് പ്രാർത്ഥിക്കുക. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അതിന് ശേഷം അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ടു തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാം. താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെയും കണ്ടു തൊഴുത് അവിടെ നിന്ന് നോക്കിയാൽ കൊടിമരം കാണാം. ഇന്നിപ്പോൾ കൊടിമരം മാത്രമാണ്. കൊടിമരത്തിൻ്റെ മുകളിൽ ഇതൊക്കെ അഴിച്ചു, കൂറകളൊക്കെ വലിച്ചു. അപ്പോൾ മണിക്കിണർ കാണാം. അതേപോലെ നൃത്താറയും കണ്ടു തൊഴുത്, അതേപോലെ മുളയറയിലൊന്നും ഒന്നുമില്ല, അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുറൂരമ്മയും നാരദരി മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി നേരെ എടത്തരികത്ത് കാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് പോവാം. അങ്ങനെ അമ്മയുടെ അവിടെയൊക്കെ സുഖമായിട്ട് തൊഴാം, തിരക്കന്നില്ല. അപ്പം അമ്മയെ കണ്ട് തൊഴാം. ഗോളക തന്നെയാണ്, മുഖത്തൊക്കെ ധാരാളം പൂക്കളുണ്ട്. എന്തായാലും നല്ല പുഞ്ചിരിയോടുകൂടിയാണ്, കാരണം ഉത്സവത്തിൻ്റെ ആ പ്രതീതി എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അത് കാണാം, കണ്ട് തൊഴാം. ശിവേലി വിഗ്രഹത്തിലുണ്ട് ധാരാളം മാലകൾ ചാർത്തിയിട്ട്. അപ്പോൾ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കും. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് നമ്മളവിടുന്ന് പോരുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചെന്ന് ആ കോർണറിൽ ചെന്ന് തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയോ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് അങ്ങനെ വന്ന് നേരെ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ആ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപത്തെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നെ കൂത്തമ്പലത്തിലും അതേപോലെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക, അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം. അയ്യപ്പസ്വാമിയുടെ അവിടെയും കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, മുഖമൊക്കെ ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, ധാരാളം മാലകൾ, സ്വർണത്തിൻ്റെ മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്, പുഷ്പമാലകളുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ പ്രദക്ഷിണം ചെയ്ത് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് അങ്ങനെ വന്ന് രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അടുക്കുള്ള കാളിയ മർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നമ്മൾ നാരായണാലയത്തിൽ വന്നിട്ട്
പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് പിന്നീട് ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്ന് തൊഴുത് നമ്മൾ തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയും ഒക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.